കേരളത്തിൻ്റെ മുഖ്യ കാര്യദർശിയായിട്ട് പ്രവർത്തിക്കുന്ന പാലാരൂപതയുടെ വികാരി എന്നാള് സ്നേഹബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വേത്താനത്തച്ച, പ്രിയപ്പെട്ട കണിയോടിക്കൽ എറണാളച്ച, അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സന്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട ജോസ് തോമസ് മുത്തനാട്ട് സാറെ, സിമിമോൾ ടീച്ചറെ, ഫൊറോന വികാരിച്ചന്മാരെ, രൂപതയുടെ പ്രിയപ്പെട്ട ചാൻസലറച്ച, പ്രൊവിൻഷ്യൽ അമ്മമാരെ, ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘാടകരായി വർത്തിക്കുന്ന സഹോദര വൈദികരെ, ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു കഥയോടുകൂടി ആരംഭിക്കാം. കാരണം ഏതാനും പ്രസംഗങ്ങളുണ്ട്, ചിലപ്പോഴും ഒരു കഥ ഉപകരിച്ചേക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്ന 10 മിനിറ്റിനുള്ളിൽ അതെല്ലാം പറഞ്ഞു തീർക്കുകയും ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. ഒരു സാധാരണ കർഷകന്റെ അടുക്കളയുടെ മാളത്തിൽ ഒരു പുരയിലി അഭയം തേടി. അഭയം തേടുക മാത്രമല്ല, ഈ എലി രാത്രികാലങ്ങളിൽ ഇറങ്ങി ഭക്ഷണ സാധനങ്ങളിൽ മൂടിയിരുന്ന അടപ്പുകൾ തട്ടിമറിക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. എലിയുടെ ശല്യം സഹിക്ക വയ്യാതെ ആയപ്പോൾ കുടുംബനാഥൻ പോയി ഒരു എലിക്കണി മേടിച്ചുകൊണ്ട് വന്ന് അടുക്കളയിൽ വെച്ചപ്പോൾ തന്നെ എലിക്ക് അപകടം നടന്നു. എലി ഉടനെ അവിടെ നിന്ന് ഓടി ആദ്യം കണ്ടത് ഒരു തള്ളക്കോഴിയും അതിനോട് ചേർന്ന് പ്രായപൂർത്തിയായ 2 ചെറിയ കോഴികളും കൂടി ഇര തേടുന്നതാണ്. എലി കോഴിയോട് പറഞ്ഞു, കോഴിയമ്മേ, യജമാനൻ പോയിട്ട് കോഴിക്ക് എലിക്കണി മേടിച്ചിരിക്കുന്നു, ശ്രദ്ധിക്കണം. കോഴി പറഞ്ഞ്, എടാ, എലിക്കണി എലിക്കുള്ളതാ, ഞങ്ങൾക്കുള്ളതല്ല, നീ പോകാം. പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആട്ടിൻകുട്ടി അവൻ നിന്നിങ്ങനെ മേയുകയാണ്. അവനോട് ഇത് പറയാൻ തുടങ്ങിയതും അവൻ ആ കൊമ്പ് വെച്ച് എലിക്കിട്ട് തട്ടുകൊടുത്തു. എലി അവിടുന്ന് ജീവനും കൊണ്ടോടി. പിന്നെ ചെന്നപ്പോഴൊരു പോത്തുകുട്ടിയാണ് നിൽക്കുന്നത്. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് ചെന്നപ്പോഴേ എലിക്ക് മനസ്സിലായി. എലി നിരാശനായിട്ട് വന്ന് മാളത്തിൽ കയറിയിരുന്നു. എലി അന്നൊരു തീരുമാനമെടുത്തു, ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കെണിയുണ്ട്, അനങ്ങുന്നില്ല. എലി അങ്ങനെ ഇരുന്നെങ്കിലും അന്ന് രാത്രിക്ക് എലിക്കണി അവര് കളിച്ചു വെച്ചു. രാത്രിയിൽ എലിക്കണി വീഴുന്ന ശബ്ദം കേട്ടു. അപ്പോൾ വീട്ടുകാരത്തി കുടുംബനാഥനോട് പറഞ്ഞു, എലി വീണിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പോയി നോക്കാം, പയ്യെ പോയാൽ മതി എന്ന് കുടുംബനാഥൻ പറഞ്ഞെങ്കിലും ചേച്ചിക്ക് വരവേശം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഓടിപ്പോയി അടുക്കളയിലെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് എന്തോ കാലിൽ കടിച്ചു എന്ന് മനസ്സിലായി. സ്വിച്ച് ഇടുന്നതും പെട്ടെന്ന് ഒരു പാമ്പ് മാളത്തിൽ ഓടി ഒളിക്കുന്നതും ഒരുമിച്ച് കാണുവാൻ സാധിച്ചു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ച് പാതിരാത്രിയിൽ ഒരു കുറെ കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് ചിന്തിച്ച അവസരത്തിൽ ട്രിപ്പിൾ ന്യൂമോണിയ ഒക്കെ പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല, ഇറിക്കവറബിൾ എന്ന ഡോക്ടേഴ്സ് കുറിപ്പെഴുതിയപ്പോൾ ഒറ്റ സാധ്യതയുണ്ടായിരുന്നുള്ളൂ, വീട്ടിൽ കൊണ്ടുവന്ന് പാലിയേറ്റീവ് കെയർ നടത്തുക. വീട്ടുകാർ ആ കാലത്ത് മലബാറിലും ഹൈറേഞ്ചിലും ഉള്ളവരൊക്കെ ഇത് കേട്ടപ്പോൾ എല്ലാവരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ അത്യാവശ്യം ചിലവൊക്കെ നടത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റൽ ബില്ല് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അവർ കറി വയ്ക്കാൻ ഒന്നുമില്ല. അപ്പം ആദ്യം ചെറിയ കോഴികളെ പിടിച്ച് കറി വെച്ചു, ഗ്രാജുവലി വലിയ കോഴിയെ പിടിച്ച് കറി വെച്ചു. അവിടെ കൊണ്ടും തീരാറായപ്പോഴേക്കും ആടിനെ അവർ കറി വയ്ക്കുവാനായിട്ട് ഫ്രീസറിൽ കഷ്ണങ്ങളാക്കി വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഈ വീട്ടമ്മ മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആണ്ട് ശ്രാദ്ധം വരേണ്ടി വന്നു. അപ്പോഴവർ തീരുമാനിച്ചു വീട്ടിലുള്ള പോത്തുകൂട്ടനെ തട്ടിയേക്കാം. അങ്ങനെ തങ്ങളെ ബാധിക്കുകയില്ല എന്ന് ചിന്തിച്ചവർ മുഴുവൻ ബാധിച്ചു. പക്ഷെ ചെറിയ എലി അപ്പോഴും പുരയുടെ പൊത്തിലിരുന്നുകൊണ്ട് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. നമ്മളെ സമുദായ ശാക്തീകരണ വർഷം 2024 ആചരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ പ്രസംഗത്തെക്കാൾ ഒരു വലിയ ഗുണപാഠം നമുക്കുണ്ട്. ഇന്ന് പലരും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് നമ്മളിങ്ങനെ ഒരു സമുദായ ശാക്തീകരണം നടത്തുന്നത്? സമുദായം എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? നമ്മൾ സഭ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? സമുദായം എന്ന് പറയുന്നത് പലപ്പോഴും വർഗീയതയല്ലേ? പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്. വർഗീയത എന്ന് പറയുന്നത് ഒരു തരം അസൂയയിൽ ഉരുത്തിരിയുന്നതും മറ്റുള്ളവരെ ഉന്മൂലനാശം ചെയ്യുന്നതിൽ ലക്ഷ്യം വയ്ക്കുന്നതുമായ കാര്യമാണ്. പക്ഷെ സമുദായ അവബോധം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അവിടെ നമ്മളുടെ കഴിവുകളും മികവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെയും സഹോദരങ്ങളെയും വളർത്തുവാനുള്ള ഒരു വലിയ ചൈതന്യമുണ്ട്. വീണ്ടും വർഗീയതയിൽ നമ്മൾ പറയുക, ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, മറ്റാരും ജീവിക്കണ്ട.
പക്ഷേ സമുദായ ബോധമുള്ളവർ പറയും ഞങ്ങൾക്കും ജീവിക്കണം, മറ്റുള്ളവരും ജീവിക്കണം. വീണ്ടും വർഗീയ ചിന്തകൾ ഉള്ളവർ പറയും നിങ്ങളുടേതൊക്കെ ഞങ്ങളുടേതാണ്. പക്ഷേ സമുദായ അവബോധമുള്ളവർ പറയുന്നത് ഞങ്ങളുടേത് കുറച്ചുണ്ട്, അത് ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് ലഭിക്കണം. വർഗീയ ബോധമുള്ളവര് അല്ലെങ്കിൽ വർഗീയത കളിക്കുന്നവര് ആണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിലെല്ലാം നമ്മളുടേതായിട്ടുള്ള മികവുകൾ പ്രകടിപ്പിക്കാൻ നോക്കും. സമുദായ ബോധമുള്ളവർ നമ്മുടേതായിട്ടുള്ള വേദികളിൽ നമ്മുടേതായിട്ടുള്ള ആരാധനയും പ്രാർത്ഥനയും അതുപോലെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് ശല്യം വരാതെ ആദരവോടെ നടത്തുവാനായിട്ട് ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സമുദായത്തിന്റെ അടയാളമാണ് കൂട്ടായ്മ എന്ന് പറയുന്നതും സ്വത്വബോധം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ നടപടി പുസ്തകത്തിന്റെ 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവരൊന്നും സ്വന്തമായിട്ട് വെച്ചിരുന്നില്ല, ഉള്ളതെല്ലാം ഒരുമിച്ച് അവരനുഭവിച്ചിരുന്നു. അവർക്ക് വിശ്വസിച്ചവർക്ക് ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. എനിക്ക് തോന്നുന്നത് കണ്ണു നിറയുന്ന 2 വാക്കുകളുടെ പ്രകടനം. വിശ്വസിച്ചവർക്ക് ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അവരുണ്ടായിരുന്നതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ പാദത്തിൽ കൊണ്ടുവന്നു. അവര് ഓരോരുത്തർക്കും ആവശ്യം പോലെ കൊടുത്തു. ഒരാളുടെ ആവശ്യം നമ്മുടെ ആവശ്യം കൂടിയായിരുന്നു, നമുക്കുള്ളത് മറ്റുള്ളവരുടേത് കൂടിയാണ് എന്ന് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരവസ്ഥ ശരിയായ ഒരു സമുദായ ബോധമാണ്. ഒരു സമുദായം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിലെ ഉപസമൂഹം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ കൈപ്പുസ്തകത്തിൽ സിനഡ് നമ്മളോട് പറയുന്നുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലെ നസ്രാണി സമുദായം എന്ന് പറയുന്നത് ഒരു ഉപസമൂഹമാണ്. ആ സമൂഹത്തിന്റെ നന്മകളും കഴിവുകളും മികവുകളും തിരിച്ചറിയുകയും വി ആർ വൺ, വി ആർ യുണൈറ്റഡ് എന്ന് പറയുകയും ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ ഒത്തിരി സഹോദരങ്ങളെ ബലപ്പെടുത്തും. പക്ഷെ ആ ബലപ്പെടുത്തൽ നമുക്ക് വേണ്ടി മാത്രമല്ല, ആദിമ ക്രൈസ്തവ സഭ ചെയ്തിരുന്നത് നമുക്കറിയാം. അവരുടെ സ്നേഹം കണ്ട് മറ്റുള്ളവർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതോടൊപ്പം അവർ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചപ്പോൾ സഭയിലേക്ക് വരിക എന്നുള്ളത് വലിയ ആകർഷണമായിരുന്നു. AD 313 എഡിക്റ്റ് ഓഫ് മിലാൻ വരെ സഭയിൽ അംഗമായിരുന്നത് മരിക്കാൻ വേണ്ടിയായിരുന്നു നമുക്കറിയാം. കാരണം അവിടെ രക്തസാക്ഷിത്വം ഉറപ്പായിരുന്നു. പക്ഷെ വരുവാൻ ആളുകൾ ക്യൂ നിന്നിരുന്നു. കാരണം ഒന്നും നേടുവാനല്ല, ഇവരെ പോലെ ഒരു ദിവസമെങ്കിലും ജീവിച്ചിട്ട് മരിക്കണമെന്ന് ചിന്തിക്കാനാണ്. ഞാൻ വിശ്വസിക്കുന്നു പിതാവിന്റെ നേതൃത്വത്തില് പ്രിയമാനപ്പെട്ട വേത്താനന്ദച്ചന്റെ ഒരു സഹകരണത്തോടെ നമ്മുടെ രൂപതയില് പ്രിയപ്പെട്ട ഗണിയോടിക്കൽ അച്ഛനും ചാൻസലർ അച്ഛനും പ്രൊക്കറേറ്റ് അച്ഛനും കൂരിയ മുഴുവനും ഫൊറോന വികാരിച്ചന്മാരും മുഴുവനും നമ്മളുടെ 501 അച്ഛന്മാരും ഒന്ന് ചേർന്ന് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും അൽമായ സഹോദരങ്ങളോടും ചേർന്ന് നമ്മളെ പ്രധാനപ്പെട്ട വേദികളിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീലിംഗ് ഇതാണ്: വി ആർ വൺ, വി ആർ യുണൈറ്റഡ് ആൻഡ് വി ആർ പവർഫുൾ. നമ്മുടെ പവർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ മറ്റു സൃഷ്ടികൾക്ക്, സഹോദരങ്ങൾക്ക്, മറ്റു മതത്തിലും സമുദായത്തിലും പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ആരെയും ഭീഷണിപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ ഈ ശാക്തീകരണ വർഷം ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് സിനഡിലും മറ്റു തലങ്ങളിലും നേതൃത്വം കൊടുത്ത അഭിനന്ദ പിതാവിനെയും അതിനോട് സഹകരിച്ച ഈ ഫൊറോനയിലെ പ്രിയപ്പെട്ട ചന്ദ്രകുന്നൽ അച്ഛന്, അതുപോലെ തന്നെ വെട്ടുകല്ലിൽ അച്ഛന്, പനക്കക്കുടി അച്ഛന്, വടക്കേമംഗലത്ത് അച്ഛന് എന്നീ ഫൊറോന വികാരിമാരുടെ കീഴിൽ നമ്മുടെ അച്ഛന്മാരെല്ലാം യുണൈറ്റഡ് ആയിട്ട് പല ചർച്ചകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന ഇടവക ജനത്തെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് നമ്മുടെ പാരീഷുകളിലും ഇവിടെയായിട്ട് വന്നു ചേർക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്ദി എന്നൊരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.